ഹലോ കൂട്ടുകാരെ, അതിൽ ഞാൻ അടുക്കളയിലോട്ട് വന്നേക്കാണ്. വേറെ നല്ലൊരു വീഡിയോ എടുക്കാനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ്. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലോട്ട് വെച്ചു. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനിയിപ്പോൾ അതിന് ശേഷം ഉപ്പും കൂടി ഇടണം. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോളിഫ്ലവർ ഓൾറെഡി ഇവിടെ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വിഷങ്ങളൊക്കെ ഒന്ന് പോകട്ടെ, നല്ല വൃത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉപ്പിടുവാണ്. ഇനിയിപ്പം കോളിഫ്ലവർ ഇട്ടേക്കാം. ഇതിപ്പോൾ അത്യാവശ്യം തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് തീ ഓഫാക്കി എന്നിട്ട് ഇനിയിപ്പോൾ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്ത് നമ്മൾ മസാല ഇടാൻ വേണ്ടി പോവാണ്. ആദ്യം മുളക് പൊടി ഏകദേശം 2 ടീസ്പൂൺ എടുത്തു കേട്ടോ. അടുത്തായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടു കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവിടെ ഇട്ടു. 2 ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെയാണ് ഇടുന്നത്. 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചാണ് ഇടുന്നത്. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടിയാണ് ഇടുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ. എല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മസാല നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് എന്നിട്ടാണ് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഇളക്കുന്നത്. അങ്ങനെ കുഴച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 15 മിനിറ്റ് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി നോക്കാം. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ഇതൊക്കെ ആയിട്ട് ഇട്ട് നോക്കാം. എണ്ണയിലിട്ട് ഫ്രൈ ആകുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഇപ്പോൾ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് കരിയാപ്പിലയും അതുപോലെ പച്ചമുളകും കൂടെ ഇടണം. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റും കിട്ടുക. ഇതെല്ലാം ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പാത്രത്തിലോട്ട് ഇടാം. അങ്ങനെ നമ്മുടെ ഫ്രൈ ഇതിവിടെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ കഴിച്ചു നോക്കാം. അത് സെറ്റായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൂട്ടുകാരെ. ബൈ ബൈ.